അൻവറിൻ്റെ ഇന്നത്തെ പ്രസ്താവനയിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നെടുത്ത തീരുമാനം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പിണറായിസത്തിനെതിരെ പോരാടുന്ന അൻവറിന് പിന്നെ UDF സപ്പോർട്ട് ചെയ്യലേ മാർഗമുള്ളൂ. സ്വരാജിനെ പറ്റി ഇന്ന് അദ്ദേഹം വളരെ, ഞങ്ങളാരും സ്വരാജിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, കാരണം മത്സരം പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ഇന്ന് ശ്രീ അൻവർ തന്നെ പറഞ്ഞത് വന്യമൃഗങ്ങൾ ജനങ്ങളെ ആക്രമിച്ച് കൊന്ന സമയത്തൊന്നും ഈ സ്വരാജ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, നിലമ്പൂരിൽ പ്രളയം ഉണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഇന്ന് അദ്ദേഹം കൂടുതൽ വിമർശിച്ചത് സ്വരാജിനെയാണ്. അപ്പോൾ UDF LDF ആയിട്ട് ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് UDF പിന്തുണയ്ക്കേണ്ടി വരിക. അദ്ദേഹം പറഞ്ഞ മറ്റു വിഷയങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രതിപക്ഷ നേതാവിനെക്കുറിച്ചും സ്ഥാനാർത്ഥിയെക്കുറിച്ചും അദ്ദേഹം വിമർശനം നടത്തി. ഞങ്ങൾ പറഞ്ഞു ആ രണ്ടും പിൻവലിച്ച് UDF സ്ഥാനാർത്ഥിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം നിലപാട് മാറ്റിയില്ല. പക്ഷെ ഞങ്ങൾ കുറേ കൂടെ സംയമനം പാലിച്ചുകൊണ്ട്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു, എന്നെ പറ്റി പറഞ്ഞതിന് ഇനി അതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കേണ്ട, പക്ഷെ സ്ഥാനാർത്ഥി അംഗീകരിക്കണം, സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണം. ഇന്നലെ അവസാനം ഞങ്ങൾ പറഞ്ഞത് അതും വേണ്ട, സ്ഥാനാർത്ഥിയെ അൺകണ്ടീഷണലായി സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒരു വാചകം പറഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ അസോസിയേറ്റ് അംഗമാക്കാമെന്ന്. ഇവിടെ ഒരു കാര്യം പറയാനുള്ള, അസോസിയേറ്റ് അംഗമെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, അൻവർ TMCയിൽ ചേർന്നപ്പോൾ ഞങ്ങളോടൊന്നും ആലോചിച്ചിട്ടില്ല. TMC ഇന്ത്യ സഖ്യത്തിൽ അംഗമാണെങ്കിലും പല കാര്യങ്ങളിലും കോൺഗ്രസിനെ നിരന്തരമായി വിമർശിക്കുന്ന ഒരു പ്രകൃതമാണ് മമതാ ബാനർജിക്ക്. ബംഗാളിൽ കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി അത് ശക്തമായ പ്രവർത്തനം നടത്തി. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നൊരു പാർട്ടീനെ ഒരു ഇന്ത്യ മുന്നണിയിൽ സാങ്കേതികമായിട്ട് മാത്രം അംഗമാണ്, മറ്റൊരു കാര്യങ്ങളും അവർ സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല എതിർക്കുകയാണ്. അങ്ങനെ പാർട്ടീനെ എങ്ങനെയാണ് ഞങ്ങളുടെ ഘടകകക്ഷിയാക്കുക? പക്ഷെ അൻവർ രാഷ്ട്രീയ തീരുമാനം എടുത്ത് LDF എന്ന് പുറത്തു വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ സഹകരിപ്പിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് അസോസിയേറ്റ് അംഗം എന്ന് ഞങ്ങൾ പറയാൻ കാരണം. നേരെ മറിച്ച് ഇപ്പോൾ അൻവർ ഒരു സെപ്പറേറ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടാണ് വരുന്നത് എങ്കിൽ അൻവറിനെ ഇതിൽ സ്ഥിരം അംഗമാക്കാൻ ഒരു പ്രയാസം ഞങ്ങൾക്കില്ല. പക്ഷേ തൃണമൂൽ എന്നുള്ള പാർട്ടി ആയിട്ട് ഇന്ത്യയിൽ തന്നെ ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കേരളത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷേ അൻവർ എടുത്ത തീരുമാനം കാരണമാണ് അസോസിയേറ്റ് അംഗമാക്കാൻ തീരുമാനിച്ചത്.